ഷമ്മി തിലകൻ ഇദ്ദേഹത്തിന്റെ ഇൻട്രോയ്ക്കുള്ള ആവശ്യമൊന്നുമില്ല. കാരണം തിലകന്റെ മകനാണ്, ഗംഭീര പെർഫോമറാണ്. പ്രത്യേകിച്ചും വിലായത്ത് ബുദ്ധ കണ്ടവർ, നിങ്ങൾ സിനിമ കാണാതെ കമന്റ് പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. സിനിമ കണ്ടവർ നോക്കുക. വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്, 2025 ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നാണ് ഇതുവരെയും ഷമ്മി തിലകൻ. ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ പെർഫോമൻസിന്റെ 100 മടങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട് വിലായത്ത് ബുദ്ധയിൽ ഷമ്മി തിലകൻ. ഈ ഷമ്മി തിലകൻ ഏത് പടം എടുത്തു നോക്കിയാലും ചെറിയ ക്യാരക്ടർ ആയാലും, ഇപ്പം കിങ് ഓഫ് കൊത്ത അട്ടർ ഫ്ലോപ്പായ ഒരു സിനിമയാണ്, പക്ഷെ അതിനകത്ത് ഷമ്മി തിലകൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സൂപ്പറായിരിക്കും. അദ്ദേഹത്തിന് കൊടുക്കുന്ന ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്യുന്നൊരു നടനാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അധികം സിനിമ കിട്ടാറില്ല. നമ്മുടെ തിലകന്റെ കൂട്ടാണ്. തിലകന് ലാസ്റ്റിൽ സിനിമയുടെ ലോബികളൊക്കെ കളിച്ചാണെങ്കിൽ തിലകൻ തന്നെ പറയാറുണ്ട് അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടിയില്ല. ഇതേ സെയിം അവസ്ഥ ചിലപ്പം സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ടായിരിക്കാം. ഒരു ലോബി എന്തായാലും, സിനിമാ ലോബി എന്തായാലും ഷമ്മി തിലകനെ നന്നായിട്ട് ഒതുക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നത്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, ഏത് കഥാപാത്രങ്ങളും നല്ല ഗംഭീരമായിട്ട് ചെയ്യാനുള്ള ശബ്ദഗാംഭീര്യവും അതിനനുസരിച്ചുള്ള ചേഷ്ടകളും നല്ല എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു നടൻ തന്നെയാണ് ഷമ്മി തിലകൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ഒതുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം വിലായത്ത് ബുദ്ധ കാണുന്നവർക്കറിയാം അത് ഏത് റേഞ്ച്, നല്ല ഗംഭീര റേഞ്ച് ഉള്ളൊരു നടനാണ്. പലപ്പോഴും തിലകനെ പോലും അനുസ്മരിക്കുന്ന രീതിയിലുള്ള അടിപൊളി പ്രകടനമാണ് വിലായത്ത് ബുദ്ധയ്ക്കകത്തുള്ളത്. അന്നേരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷമ്മി തിലകൻ എന്ന് പറയുന്ന നടനെ ഒതുക്കുന്നുണ്ടോ തിലകനെ ഒതുക്കുന്നത് പോലെ. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് എന്തും വേണ്ടി സിനിമ അങ്ങനെയാണെങ്കിൽ കിട്ടിയേനെ. കിട്ടുന്ന സിനിമകളൊക്കെ ഇദ്ദേഹം ഗംഭീരമാക്കുകയും ചെയ്തേനെ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷമ്മി തിലകൻ എന്ന് പറയുന്ന പെർഫോമറിനെ, ഇദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ മലയാള സിനിമ കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.